സ്വർലോകനാടന്റെ നിത്യനാടാം ലോകം എന്നു ഞാൻ കാണുമാ നിത്യത. ഹായൻ പ്രേമമേ ഹാമേ ലോകമേ, ഹായൻ പ്രേമമേ ഹാമേ ലോകമേ എന്നു ഞാൻ കാണുമാ നിത്യത, എന്നു ഞാൻ കാണുമാ നിത്യത. പ്രൈസ് ദി ലോർഡ്. ഗ്രേസ് മിനിസ്ട്രീസിന് സ്വാതന്ത്ര്യ സന്ദേശമെന്ന ഞങ്ങളുടെ TV പ്രോഗ്രാമിലേക്ക് എല്ലാ ആദരണീയരായ ശ്രോതാക്കളെയും ദൈവനാമത്തിൽ സ്വാഗതവും ഞങ്ങളുടെ ടീമിൻ്റെ വന്ദനവും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ സന്തോഷത്തോടെ ദൈവവചനത്തോടുള്ള ബഹുമാനത്തോടെ ഇത്തിരി നേരം ശ്രദ്ധിക്കുവാൻ നിങ്ങളുടെ സ്നേഹത്തോട് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളിത് കാണുകയും മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കാണുവാനുള്ള സൗകര്യം യൂട്യൂബിലുണ്ടാവും. നിങ്ങൾക്ക് യൂട്യൂബിൽ എൻ്റെ പേരടിച്ചാൽ കിട്ടും. അത് ഈ വിഷയത്തെ ആസ്പദമാക്കി ഉള്ളതായതുകൊണ്ട് ആ വിഷയം നിങ്ങൾക്ക് ഓർമ്മ വെച്ചാൽ മതിയാവും. അങ്ങനെ കർത്താവ് നിങ്ങളെ ആ വിഷയത്തിൽ സഹായിക്കട്ടെ. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശുവിൻ നാമത്തിൽ അങ്ങയുടെ നാമത്തിന് വേണ്ടി മുന്നോട്ട് നിൽക്കുന്ന ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ആ പ്രിയ കുടുംബത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കയ്യിലുള്ളവരെ ഫലമേൽപ്പിക്കുന്നു. കർത്താവെ, ആ മക്കളെ കുടുംബമായിട്ട് എല്ലാ പ്രശ്നപ്രയാസങ്ങളിൽ നിന്നും വിടുവിച്ച് ഐശ്വര്യമായി അനുഗ്രഹിക്കണമേ. അങ്ങ് പറഞ്ഞല്ലോ, കൊടുപ്പീനെന്നാൽ കിട്ടുമെന്ന്. തിരുനാമത്തിന് വേണ്ടി കൊടുത്താൽ അമർത്തി കുലുക്കി കവിയുന്ന ഒരളവ് അവരുടെ മടിയിൽ അളന്നു കൊടുക്കുന്ന മഹാദൈവത്തിൻ്റെ കരങ്ങളിൽ അവരെ ഫലമേൽപ്പിച്ച് യേശുവിൻ നാമം ചൊല്ലി ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി, മഹത്വം അങ്ങേക്ക് നൽകുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നാം കഴിഞ്ഞ എപ്പിസോഡിൽ അഥവാ കഴിഞ്ഞ ആഴ്ച കേട്ടുവെച്ചത് ദൈവവും മനുഷ്യനുമായിട്ടുള്ള ഉടമ്പടി. മനുഷ്യൻ ആരംഭിച്ചതല്ല, ദൈവം ആരംഭിച്ചത്. മനുഷ്യൻ ദൈവത്തോട് ചെയ്ത ഉടമ്പടിക്ക് എഴുത്ത് ഭാഷയിൽ അത് നിയമാവലി എന്ന് വരുന്നു. ദൈവത്തിൻ്റെ നിയമാവലിയിലേക്ക് നമ്മൾ ഇന്ന് രണ്ടാമത്തെ എപ്പിസോഡായിട്ട് കയറുകയാണ്. അതിനുവേണ്ടി തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 5-6 വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾക്കാം. 2:5-6. ഒരുത്തൻ മല്ലു കെട്ടിയാലും ചട്ടപ്രകാരം പോരായെങ്കിൽ കിരീടം പ്രാപിക്കയില്ല. അധ്വാനിക്കുന്ന കൃഷിക്കാരനാകുന്നു ആദ്യ ഫലം അനുഭവിക്കേണ്ടത്. മതി. ഭക്തി ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഭക്തി കാര്യങ്ങളെക്കുറിച്ച് ഭാഗ്യവാനായ പൗലോസ്ലീഹായ്ക്ക് ഏറ്റവും മതിപ്പുള്ള ഇഷ്ടനായ പ്രിയനായ മകനെ പോലെ കരുതുന്ന ഒരു ദൈവദാസനാണ് തിമോത്തിയോസ്. തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം ഓർപ്പിക്കുകയാണ്, രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ഒരുത്തൻ മല്ല് കെട്ടിയാലും ഭക്തിക്ക് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി, ആത്മരക്ഷയ്ക്ക് വേണ്ടി എങ്ങനെയൊക്കെ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം വരാതിരുന്നാൽ കിരീടം പ്രാപിക്കുകയില്ല. കിരീടമെന്നത് സമ്മാനവും പ്രതിഫലമെന്നത് കൂലിയുമാണ്. ഇത് രണ്ടുമുണ്ട്. ഉണ്ട്, രണ്ടുമുണ്ട്. ഞങ്ങളൊക്കെ രണ്ടും കണ്ടുകൊണ്ട് നടക്കുക. ഇപ്പോൾ കൈ കിട്ടിയിട്ടില്ലെന്നേ ഉള്ളൂ, കിട്ടും, ഉറപ്പാ. അപ്പോൾ അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പരിശോധിച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വാസം
എന്താ വിശ്വസിക്കേണ്ടത്? എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? ആരെയാണ് വിശ്വസിക്കേണ്ടത്? എങ്ങനെയാണ് പിന്നെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടത്? അങ്ങനെയൊക്കെ. സ്തോത്രം. 20-ാമത്തെ വയസ്സിൽ ഞാനിത് ആരംഭിച്ചു. അത് ആ സമയങ്ങളിൽ ദൈവം എന്നെ സന്ദർശിച്ചു. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ചട്ടപ്രകാരം വരണം എന്നൊരു നിബന്ധന, അത് കൊരിന്ത്യർ ലേഖനത്തിനോടൊന്ന് നോക്കിയിട്ട് വരാം. 2 കൊരിന്ത്യർ 5:19 വായിക്കാം. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചുമിരിക്കുന്നു. നിരപ്പ്, അകൽച്ച മാറ്റുന്ന, വിരോധം മാറ്റുന്ന, ഐക്യതയിലെത്തിക്കുന്ന, സ്നേഹത്തിലെത്തിക്കുന്ന, കരുതലിൽ ചേരുവാൻ കഴിയുന്ന, തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ഒരു സംവിധാനത്തിനാണ്, ഒരു സ്വഭാവമാറ്റത്തിനാണ്, അനുഭവത്തിനാണ് നിരപ്പ്. ദൈവം ലോകത്തെ ദൈവത്തോട് നിരപ്പിച്ചു. അതിന് ദൈവം ഇട്ട പദ്ധതി, ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൽ എങ്ങനെ സാധിക്കുമെന്ന് മുന്നമേ അറിയാവുന്ന ദൈവം നേരത്തെ പറഞ്ഞു. സ്ത്രീയുടെ സന്തതിയായിട്ട് ഒരാൾ വരും. ലോകത്തിൽ വന്നിട്ടുള്ളവരെല്ലാം പുരുഷൻ്റെ സന്തതികളാണ്. സ്ത്രീയുടെ സന്തതി അത് യേശുക്രിസ്തുവാണ്. അതിനകത്ത് വേറെ ആർക്കും പങ്കാളിത്തമില്ല. അതാണ് സ്ത്രീയുടെ സന്തതി. അപ്പോൾ സ്ത്രീയുടെ സന്തതിയായിട്ട് യേശുക്രിസ്തു വന്നു. ഈ യേശുക്രിസ്തു മുഖാന്തരം ലോകത്തെ തന്നെ അതിൻ്റെ ലംഘനങ്ങളിൽ നിന്ന് ദൈവത്തോട് നിരപ്പിച്ചു. ആ നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങളെ തന്നിരിക്കുന്നു. ആ വാക്യത്തിലെ 20-ാമത്തെ വാക്യം ഒന്നുകൂടി വായിച്ചു. അല്ല, 19-ാമത്തെ വാക്യം തന്നെ. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചു. നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ ഭരമേൽപ്പിക്കപ്പെട്ടതിനെ നിവർത്തിക്കാൻ വേണ്ടി കഴിക്കുന്ന ത്യാഗവും സഹനവും സഹിഷ്ണുതയും പ്രയത്നവും അധ്വാനവും സഹിക്കുന്ന ഒട്ടനവധി മാനസിക പീഡനങ്ങളും അത് വിവരിക്കുന്നില്ല. ഞങ്ങളുടെ പക്കൽ തന്നിരിക്കുന്നു. ഓർത്ത് നോക്കുക, ഗ്രഹിക്കുക, ചിന്തിക്കുക, മനസ്സിലാക്കുക. തിന്നും കുടിച്ച് ഉണ്ടു ഉറങ്ങിയും പോയാൽ പോരാ. ഇതിനൊരു സമാപനമുണ്ട്. ആ കാര്യങ്ങൾ ഓരോന്നായി എണ്ണി ദൈവം അനുവദിക്കുന്ന പക്ഷം അടുത്ത എപ്പിസോഡുകളിൽ ഞാൻ പറയാം. ഈ നിയമാവലിയുടെ പ്രസക്തമായ കാര്യം ചുരുക്കി എന്ന് പറയട്ടെ. അപ്പോൾ ഈ നിയമാവലിയെ പാലിക്കാനും അംഗീകരിക്കാനും ഏറ്റെടുക്കാനും ഒന്നും മനസ്സില്ലെങ്കിൽ എബ്രായലേഖനം 12:24 വായിക്കുന്നത് പോലെ പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കൽ അത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. എവിടെയാ വന്നതെന്നറിയാമോ? പുതിയ നിയമത്തിന്റെ മധ്യസ്ഥന്റെ അടുക്കൽ. പുതിയതെന്ന് പറയുന്നതിനാൽ പഴയതിനെ നീക്കിക്കളഞ്ഞുകൊണ്ടല്ലോ. അതൊരു പ്രത്യേക കാലഘട്ടത്തിലേക്ക് മാത്രമായിരുന്നു.
ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ കേൾവിക്കാർ സംശയിക്കാതിരിക്കാൻ വേണ്ടി ഒരു വാക്കിൽ പറഞ്ഞാൽ അത് യേശുക്രിസ്തു വന്ന് ക്രൂശിൽ മരിച്ച് ഉയർത്തി നിൽക്കുന്നവരെ. അത് കഴിഞ്ഞാൽ ഈ അപൂർണമായ നിഴലായ താൽക്കാലികമായ കാര്യങ്ങൾ എല്ലാം ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ഒരു യാഗവും ഇനി ശേഷിക്കുന്നില്ല. ഇതിന് ആത്മീയ യാഗമുണ്ട്. ആ യാഗം എൻ്റെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. സമർപ്പണമെന്നൊരു യാഗം, പ്രതിഷ്ഠ എന്നത് ഒരു സറണ്ടറിങ്, വേറെ ഒന്നും യാഗമില്ല. അപ്പോൾ യേശുക്രിസ്തു എന്ന പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ്റെ അടുക്കലാണ് വന്നത്. ഇതിനപ്പുറത്ത് പോകാൻ ഇനി സ്ഥലമില്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു വെച്ചതാണ്. എൻ്റെ സഹോദരങ്ങളെ, ഹൃദയം കരയുകയും നിങ്ങളുടെ മുമ്പാകെ കരയാൻ വയ്യാത്തതോട് ചിരിക്കുകയും ചെയ്യുന്നു. എത്രയായിരം മധ്യസ്ഥന്മാരാ ലോകത്തിൽ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തെ തീർക്കാൻ വേണ്ടി. കഷ്ടം. യേശുക്രിസ്തു ഔട്ടായി. യേശുക്രിസ്തുവിനെ അവിടെ ഇല്ല. ദൈവത്തിന് രണ്ട് തരം മധ്യസ്ഥന്മാരില്ല. യേശുവിന് തുല്യം ചൊല്ലാൻ, തുല്യം പറയാൻ ഒരാൾ വേറെയില്ല. ഇതൊക്കെ ഞങ്ങൾ ആകാശഭൂമി മാറുമ്പോഴും മാറ്റമില്ലാത്തതായ ദൈവത്തിൻ്റെ തിരുവചനത്തെ വള്ളി പുള്ളി മാറാതെ തെറ്റാതെ കൃത്യവും ക്രമവും ചട്ടവും ചിട്ടയുമായി പറയുമ്പോൾ കേട്ട് കടന്നുപോയോ, ഇതൊക്കെ എത്ര കേട്ടതാണെന്ന് വിചാരിച്ച് എഴുന്നേറ്റ് പോവുകയോ ചെയ്യുന്ന സഹോദര, തിരക്കിൻ്റെ പേര് പറഞ്ഞ് മാറിപ്പോകുന്ന സഹോദരി, ഇതിനെല്ലാം കണക്ക് പറയേണ്ട ഒരു ദിവസം വരും. ഒരു ദിവസം വരും. നിങ്ങളിതിൻ്റെ ഗുണവും മണവും ഫലവും മനസ്സിലാക്കേണ്ടതിന് വേണ്ടി ഞാൻ പറയട്ടെ. ഞാനോ മറ്റാരെങ്കിലുമോ ടി വിയിലൊരു എപ്പിസോഡ് അരമണിക്കൂറിൻ്റെതുണ്ട്, 1 മണിക്കൂറിൻ്റെതുണ്ട്. ഇവ രണ്ടായാലും അതിൻ്റെ പിന്നിൽ എത്ര അധ്വാനം ഉണ്ടെന്നറിയാമോ? പ്രയത്നം ഉണ്ടെന്നറിയാമോ? ചെലവുണ്ടെന്നറിയാമോ? സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ പിതാക്കന്മാരിൽ ചിലർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾ അവൻ്റെ നാമത്തിന് വേണ്ടി ചെലവിടുകയും ചെലവായി പോവുകയും ചെയ്യും. ഞങ്ങളുടെ ആയുസ് ചിലവാകും. നിങ്ങളുടെ ആയുസ് നിങ്ങൾക്ക് ചെലവിടാൻ കഴിയുന്നിടത്തോളം എല്ലാം ചെലവിടും. ഇവിടെ ഒന്നും പൊത്തിപ്പിടിച്ച് വെക്കത്തില്ല, അള്ളിപ്പിടിച്ച് കൂട്ടത്തില്ല. ചില ആൾക്കാർ പറയാറുള്ളത് പോലെ അവർക്ക് പണം എങ്ങനെ ചിലവാക്കണമെന്ന് അറിയാൻ വയ്യ. അതുകൊണ്ട് 2-3 കോടിയുടെ വീട് പണിയാണ്, 1-2 നില പണിതിട്ടിരിക്കുകയാണ്. ഞാൻ ആ ഭാഗത്തേക്ക് പോയാൽ എൻ്റെ വിഷയത്തിൽ നിന്ന് ചാടിപ്പോകും. അതുകൊണ്ട് ഞാൻ വിട്ടേക്കാതെ. എനിക്കിഷ്ടമില്ല, അത് കേൾക്കാൻ പറയാനും ഇഷ്ടമില്ല. മനുഷ്യനെ കണ്ണു തുറക്കുന്നില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവൻ്റെ ബുദ്ധി ഇരുണ്ടതാണ്. അവൻ്റെ ബുദ്ധി ആകാശത്തിന് കീഴെ മാത്രമാണ്. അങ്ങനെയുള്ള മനുഷ്യൻ ലൂക്കോസ് 16 ഒരാളുണ്ട്. അതൊന്നും ഇപ്പോൾ എടുക്കുന്നില്ല. എങ്കിലും ഓർക്കുക ഞാൻ പറഞ്ഞത്. അപ്പോൾ പുതിയ നിയമമാകുന്ന നിയമത്തിൻ്റെ മധ്യസ്ഥനാണ് യേശു. നിയമത്തിൻ്റെ മധ്യസ്ഥൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയിലെ ഒരു വകുപ്പ് കാണിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് പ്രഗത്ഭനായ വക്കീൽ അതിശ്രേഷ്ഠമായ ജഡ്ജിക്ക് മുമ്പിൽ, കോടതിക്ക് മുമ്പിൽ നിന്ന് വാദിക്കുന്നത് പോലെ അവൻ്റെ ജനമായ സഭയിലെ ജനത്തിനു വേണ്ടി, അവൻ്റെ സഭയുടെ ജനത്തിനു വേണ്ടി അവൻ പിതാവിനോട് വാദിക്കുകയാണ്. അതാണ് പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ എന്ന് ആ ലേഖനത്തിൽ തുടരെ എടുത്തു പറയുന്നത്. യെശയ്യാ പ്രവചനം 24-ന്റെ 5-ാം വാക്യം ഒന്ന് വായിക്കാമോ? ഭൂമിയിലെ ഉന്നതന്മാർ ക്ഷീണിച്ചു പോകുന്നു, ഭൂമി അതിലെ നിവാസികളാൽ മലിനമായിരിക്കുന്നു. അവർ പ്രമാണങ്ങളെ ലംഘിച്ച് ചട്ടത്തെ മറിച്ച് നിത്യ നിയമത്തിന് ഭംഗം വരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി ശാപഗ്രസ്തമായി
അതിൽ പാർക്കുന്നവർ ശിക്ഷ അനുഭവിക്കുന്നു. ആ ഭാഗം ഞാൻ പറയുമ്പോൾ ഒന്നുകൂടി വായിക്കണേ. ഭൂമി ശാപഗ്രസ്തമായിരുന്നു. ഇത് യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ 700 വർഷം മുമ്പുള്ള സംഭവമാണ് പറഞ്ഞത്. ഇന്നെന്താ പറയുക ഈ ഭൂമിയെ? AD ആദ്യത്തെ നൂറ്റാണ്ടിൽ പൗലോസ് പറഞ്ഞ് ദുഷ്ടലോകമാണെന്ന്. ഞങ്ങളിതൊക്കെ മുത്തുപോലെ അംഗീകരിക്കും, പൊന്നുപോലെ മാറോട് ചേർത്ത് പിടിക്കും. എന്നിട്ട് കർത്താവിനോട് പറയും, 2 കൈ ഉയർത്തി പറയും, വേണ്ട കർത്താവേ, ഞങ്ങൾക്കിത് വേണ്ട, ഞങ്ങൾക്കിത് വേണ്ട വേണ്ട. ഞങ്ങളുടെ അന്യരാണ്, പരദേശികളാണ്, പ്രവാസികളാണ്. വെള്ളത്തിൽ നീർക്കുമുള പോലെ മാത്രമുള്ള ഒരു ജീവിതമാണിത്. ഏത് സമയത്തും ടാറ്റ പറയാൻ ഐ ആം റെഡി കർത്താവേ, യെസ്. എന്തോ ആര് പിടിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തുവാ പൊത്തിപ്പിടിച്ചുകൊണ്ട് നാളെ എന്ന് ചിന്തിക്കുന്നേ? ജീവിതത്തെ സൂക്ഷിക്കേണ്ട, അല്ലെങ്കിൽ കരുതണ്ട, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട, ഇതൊന്നും ഞാൻ പറഞ്ഞതിന് അർത്ഥം എടുക്കണ്ട. പക്ഷെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യബോധത്തിലേക്ക് വരുന്ന ഒരാൾക്ക് ഇതാ ചട്ടങ്ങളെ ലംഘിച്ചു, നിയമങ്ങളെ മറിച്ചു. യെശയ്യാപ്രവചനം 24-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം എന്ന് വായിച്ചു. അതുകൊണ്ട് ഭൂമി ശാപഗ്രസ്തമായി, അതിൽ പാർക്കുന്നവർ ശിക്ഷ അനുഭവിക്കുന്നു. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നത്? ഇവിടെ കാണുന്നതൊക്കെ എന്താണെന്ന്? സ്വർണം പിടിച്ചു പറിച്ചു എന്നോ, സ്വർണം പിന്നെ കൈവശപ്പെടുത്തിയെന്നോ, അങ്ങനെ അല്ലെങ്കിൽ സ്വർണം മോഷ്ടിച്ചു എന്നോ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ടല്ലോ, കേൾക്കാനുണ്ടല്ലോ. ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ വിലയെപ്പറ്റി ഒന്നും പറഞ്ഞിട്ട് ആവശ്യം എനിക്കിപ്പോൾ സമയമില്ല. എന്താ കാര്യം എന്നറിയാമോ? ഇത് ഞാൻ കള്ളന്മാർക്കും കൊള്ളക്കാർക്കും കൊടുക്കുന്ന ദൈവം തമ്പുരാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും സ്വർണ്ണമാല ഇടുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ സ്വർണ്ണം ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ചോ ഞാൻ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞ അതല്ല. ഇവിടുത്തെ ഇതൊന്നും അനുഭവിക്കാൻ ശാശ്വതമായി നിൽക്കത്തില്ല. കാരണം ഇത് ശാപഗ്രസ്തമാണ്. ചട്ടം ലംഘിച്ചതാണ് പ്രശ്നം. അവർ നിയമത്തെ മറിച്ചു കളഞ്ഞു. നിയമത്തെ മറിച്ച് ജീവിച്ചിട്ട് ആരെങ്കിലും വിളിച്ച് പ്രാർത്ഥിപ്പിച്ച് രക്ഷ നേടാമെന്ന് വിചാരിക്കുന്നത് മിഥ്യാബോധമാണ്. പിന്നെ എന്താ ഞങ്ങൾ എഴുതി കാണിക്കാൻ നിങ്ങൾ ചോദിച്ചാൽ, ആ സന്ദർഭത്തിൽ നിങ്ങൾ വിളിച്ച് പറയുമ്പോൾ കർത്താവിനെക്കുറിച്ച് നിങ്ങളോട് ഒരു വാക്ക് പറഞ്ഞിട്ട് ശരിയായ ആത്മീയ ജീവിതം എന്താണെന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് പ്രാർത്ഥിക്കാൻ ഞങ്ങളുടെ ദൗത്യം കൊണ്ട് കാണിക്കുന്നതാണ്. നിങ്ങളുള്ള കരുതൽ കൊണ്ടും സ്നേഹം കൊണ്ടും കാണിക്കുന്നതാണ്. നിങ്ങൾ അനുഭവിക്കുന്ന വേദന കൊണ്ടും യാതന കൊണ്ടും വരാൻ പോകുന്ന വലിയ നിത്യമായ ന്യായവിധിയെക്കുറിച്ച് ഓർത്തിട്ടും കാണിക്കുന്നതാണ്. ഭാഗം വിടുന്നു. സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ. മധ്യസ്ഥൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരുന്നല്ലോ. പഴയ നിയമത്തിലൊരു ഭക്തനായ മനുഷ്യൻ നീറുന്ന ഹൃദയവുമായി നൊമ്പരപ്പെടുന്ന ജീവിതവുമായി ദൈവം പറഞ്ഞു, ഇവൻ ഭക്തനാണ്, സത്യമാണ്. പിശാച് പറഞ്ഞു, അവൻ ഭക്തനാണ്, അത് സത്യമാണ്. അവൻ്റെ ഭാര്യ പറഞ്ഞു, അവൻ ഭക്തനാണ്. യോബ് 9-ാം അധ്യായത്തിൽ 33-ാമത്തെ വാക്യത്തിൽ ആ മനുഷ്യനൊരു ഞരക്കം കേൾക്കുക. ഞങ്ങളെ ഇരുവരെയും പറഞ്ഞു നിർത്തേണ്ടതിന് ഞങ്ങളുടെ നടുവിൽ ഒരു മധ്യസ്ഥനുമില്ല. അവൻ തന്റെ വടി എങ്കിൽ നിന്ന് നീക്കട്ടെ. മതി. ഞങ്ങളെ ദൈവത്തെയാണ് ഉദ്ദേശിച്ചത്. ഒന്നുകൂടി വാക്യം വായിച്ചാട്ടെ, കേൾക്കട്ടെ. ഞങ്ങളെ ഇരുവരെയും പറഞ്ഞു നിർത്തേണ്ടത്, ദൈവത്തെയും എന്നെയും തമ്മിൽ പറഞ്ഞു നിർത്തേണ്ടതിന് ഞങ്ങളുടെ നടുവിൽ ഞങ്ങളുടെ നടുവിൽ ഒരു മധ്യസ്ഥനുമില്ല. ഈ ഞരക്കത്തിന്റെ മറുപടിയായിട്ട് യേശുക്രിസ്തുവിനെ കാണിക്കാലോ. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ പ്രശ്നമുണ്ടോ? വീട്ടുകാരുമായിട്ടോ, വീട്ടിൽ ആരെങ്കിലുമായിട്ടുണ്ടോ? നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലുണ്ടോ?
നിങ്ങളുടെ ഓരോ ജീവിതചര്യകളിലുമുണ്ടോ? ഇതാ പറഞ്ഞു തീർക്കാൻ ഒരാൾ, അവൻ്റെ പേര് യേശു ക്രിസ്തു എന്നാ. മധ്യസ്ഥനെ തെരഞ്ഞ് ആഗ്രഹിച്ച് കൊതിച്ച് ആശിച്ച് അപേക്ഷിക്കുന്ന ഒരു മനുഷ്യൻ യോബ്. ഞങ്ങളുടെ നടുവിൽ ഒരാളില്ല. ആ പ്രശ്നത്തിന് പരിഹാരമാണ് കാൽവറി. ആ പ്രശ്നത്തിന് മറുപടിയാണ് യേശു ക്രിസ്തു. എത്ര പറഞ്ഞാലും മതി വരാത്ത, ഭൂമിയിലെ മഹാരാജാവായിരുന്ന ദാവീദെന്ന ദൈവമനുഷ്യൻ പറഞ്ഞു, ഈ വചനം എനിക്ക് തേനിലും തേങ്കട്ടയിലും മധുരമേറിയതാണ്, ഇതെൻ്റെ അണ്ണാക്കിന് മധുരമാണ്, ഇത് വെള്ളിയിലും പൊന്നിലും നല്ലതാണ്. 7 പ്രാവശ്യം ഉലയിൽ ഉരുക്കി ശുദ്ധീകരിച്ചെടുത്ത വെള്ളി പോലെയുള്ളതാണിത്. ഇതിനെയാണ് നമ്മൾ മാറ്റി വച്ചിരിക്കുന്നത്. ഇതിനാ നമുക്ക് സമയമില്ലാത്തത്. ഇതിൻ്റെ പുറകിൽ മഹാദൈവം മിത്രമായിട്ട് എനിക്കുള്ളപ്പോൾ ഞാനിത് പഠിക്കാതെയും മനസ്സിലാക്കാതിരിക്കുന്നതിന് വേണ്ടി ദുഷ്ടനായ സാത്താൻ എനിക്കെതിരായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. എതിരായിട്ടും അനുകൂലമായിട്ട് നിൽക്കുന്ന കർത്താവ് അനുകൂലം, വായിക്കാൻ സമയമില്ലാതാക്കുന്നതും വായിച്ചാൽ ഗ്രഹിക്കാൻ കഴിയാത്തതും പല ചിന്തകളാൽ ഹൃദയവും മനസ്സും ഭാരപ്പെട്ടിട്ട് വായിക്കുമ്പോൾ ഗ്രഹിക്കാൻ കഴിയാത്തതുമായ അതിൻ്റെ പുറകിലെ വ്യാപാരം ഇരുട്ടിൻ്റെ വ്യാപാരമാണ്. അപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇയ്യോബ് ആ നിലയിലെല്ലാം പറഞ്ഞ് വ്യസനിക്കുന്നു. പഴയ നിയമകാലത്തിൽ യേശുക്രിസ്തുവിന് മുമ്പുള്ള കാലത്തിൽ ദൈവത്തിനും മനുഷ്യർക്കും നടുവിൽ മോശയുടെ കാലശേഷം യോശുവ, പിന്നെ അങ്ങനെ ന്യായാധിപന്മാർ, പലരും മാറി 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 നിന്നു. എല്ലാം മരണത്താൽ മാറി. പുതിയ നിയമകാലത്തിലേക്ക് വരുമ്പോൾ, യേശുക്രിസ്തുവിൻ്റെ കാലത്തിലേക്ക് വരുമ്പോൾ എല്ലാവരെയും ആ നിയമാവലിക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് ദൈവം മാറ്റി. ഇതാ ഒരു പുതിയ മധ്യസ്ഥൻ. അതാണ് പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ എന്ന് പറയുന്നത്. അതാണ് യേശു ക്രിസ്തു. വർഷം തോറും മാറുകയില്ല. 10,000 വർഷം കഴിഞ്ഞാലും മാറുകയില്ല. യേശു ക്രിസ്തു നിത്യനാണ്. അവൻ നിത്യ മധ്യസ്ഥനാണ്, നിത്യ പുരോഹിതനാണ്, നിത്യ രക്ഷിതാവാണ്, നിത്യ ദൈവമാണ്. അവൻ്റെ ജനനത്തിന് മുമ്പേ തന്നെ പറഞ്ഞു അവൻ നിത്യദൈവം. ആ ദൈവത്തെ തന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങളോടുള്ള പ്രീതി കൊണ്ട്, ഉത്തരവാദിത്തം കൊണ്ട്, സ്നേഹം കൊണ്ട്, പ്രാർത്ഥന കൊണ്ട് കൈകൂപ്പി പറയട്ടെ, മഹാദൈവത്തിൻ്റെ സ്വർഗത്തിൽ ഇതിൽ നല്ലതും ഇതിൽ വലിയതും ഒന്ന് തരുവാൻ അവൻ്റെ പക്കൽ ഇനിയില്ല. ഈ യേശുവിനെ തന്നിട്ടും അറിഞ്ഞിട്ടും കേട്ടിട്ടും പലപ്പോഴും രുചിച്ചിട്ടും നമ്മൾ പിന്നെയും ദൈവത്തെ, അവൻ്റെ സ്നേഹത്തെ മറന്നു കളയുകയല്ലേ? അവനോടുള്ള ബഹുമാനത്തെയും ആദരവിനെയും മറന്നു കളയുകയല്ലേ? ഷണ്ടയും കലഹവും ഇത്യാദി ഒട്ടനേക ദൈവത്തിന് തിരുഹിതത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളും എവിടുന്നാണ് നമ്മുടെ കയ്യിൽ വരുന്നത്? ഓർത്ത് നോക്കുക. ഞാൻ ചുരുക്കട്ടെ. ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, സ്തോത്രം, മനസ്സിലാക്കാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ. ഇവിടുത്തെ ക്രൈസ്തവരോട് ചോദിച്ചാൽ അവരിതൊന്നും അംഗീകരിക്കത്തില്ല. അവർ പറയുന്നൊരു പാരമ്പര്യം. അവരാരെങ്കിലും പാരമ്പര്യം പറയുന്നെങ്കിൽ, മേലധികാരികളോ വൈദികരോ അതുപോലെ അതിനകത്ത് ആദരണീയരായിട്ട് ആര് പാരമ്പര്യം പറയുന്നെങ്കിലും, എനിക്ക് ശക്തമായ പാരമ്പര്യമുണ്ട്. പക്ഷെ അത് ഭൗതികമായി കാണാൻ ദൈവൻ്റെ കണ്ണു തുറന്നു. ആത്മീയ കാണാൻ സാധിച്ചപ്പോൾ
ഞാൻ പിതാക്കന്മാരിലേക്ക് പോയി. പിതാക്കന്മാരെന്ന് പറയുന്നത് അപ്പോസ്തലന്മാരാണ്. അവരെൻ്റെ ആത്മീയ പിതാക്കന്മാരാണ്. ഞാൻ അവരെ ആരെയും കണ്ടിട്ടില്ല. പാരമ്പര്യത്തിലെ ആൾക്കാരെന്ന് പറയുന്നത് അവർ പലരെയും തലമുറകളായി ഞാൻ കാണാനിടയായിട്ടുണ്ട്. ഇത് രണ്ടും രണ്ടാണ്. ഞാൻ പുറം കണ്ണുകൊണ്ട് കാണുന്ന ഈ പാരമ്പര്യത്തിനൊന്നും എന്നെ സഹായിക്കാൻ കഴിയില്ല. ആത്മീയ കണ്ടുകൊണ്ട് കാണുന്ന ഈ പാരമ്പര്യം എന്ന് പറയുന്നത് പിതാക്കന്മാർ ചെയ്തതും ചെയ്യാൻ സഭയെ ഏൽപ്പിച്ചതും സഭയ്ക്ക് എഴുതി തന്നതുമായ പ്രമാണം വെച്ച് നോക്കുമ്പോൾ സ്തോത്രം ഗലാത്യ ലേഖനം 5-ാം അധ്യായം 7-ാമത്തെ വാക്യവും 8-ാമത്തെ വാക്യവും വായിച്ച് ഗലാത്യ ലേഖനം 5-8 നിങ്ങൾ നന്നായി ഓടിയിരുന്നു, സത്യം അനുസരിക്കാതിരിപ്പാൻ നിങ്ങളെ ആർ തടുത്തു കളഞ്ഞു. ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം വരായിയാൽ കിരീടം പ്രാപിക്കുകയില്ല എന്ന് പറഞ്ഞ ആ പുസ്തകം തന്നെ, ആ എഴുത്തുകാരൻ തന്നെ ഇതാ ഇവിടെ പറയുന്നു, നിങ്ങൾ നന്നായി ഓടിയിരുന്നു, പക്ഷേ സത്യം നിങ്ങൾ അനുസരിക്കാതിരിക്കാൻ നിങ്ങളെ ആരോ തടുത്തു കളഞ്ഞു. ഇങ്ങനെ നിങ്ങളെ അനുസരിപ്പിച്ചത് ഇപ്പോൾ നിങ്ങൾ അനുസരിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളെ വിളിച്ചവന്റെ പ്രവൃത്തിയല്ല. അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു. നിങ്ങളുടെ അല്പത്വമായിരിക്കുന്ന വഴിതെറ്റല് ആ മാർഗത്തെ മുഴുവൻ പുളിപ്പിച്ചു. നിങ്ങൾക്ക് ഭിന്നാഭിപ്രായം മതി. അപ്പോൾ ഈ അനുസരിക്കുന്നതും അനുസരിപ്പിച്ചതും നിങ്ങളെ വിളിച്ചവന്റെ പ്രവൃത്തിയല്ല എന്ന് വാളുപോലെ രേഖാപരമായിട്ട് എഴുതി വെക്കാൻ തക്കവണ്ണം ആ മനുഷ്യനെ പരിശുദ്ധാത്മാവായുധമായി ഉപയോഗിച്ചെങ്കിൽ ഈ ശബ്ദം കേൾക്കുന്നവരായ ഓർക്കട്ടെ, അറിയട്ടെ, വിചാരിക്കട്ടെ, ഗ്രഹിക്കട്ടെ, മനം തിരിയട്ടെ. ആരിലേക്ക്? ദൈവത്തിങ്കിലേക്ക് മനം തിരിയട്ടെ. എന്തിന്? ആത്മരക്ഷ പ്രാപിക്കുവാൻ. എന്തിന്? നിത്യജീവൻ പ്രാപിപ്പാൻ. എന്തിന്? ദൈവരാജ്യത്തിൽ പോകാൻ. ദൈവരാജ്യം എന്നൊന്നില്ല എന്ന് വിചാരിക്കുന്ന ഇന്നത്തെ തലമുറയിൽ ആരെങ്കിലും എന്നെ ഇതെങ്കിലും അംശമായിട്ടെങ്കിലും കേട്ടെങ്കിൽ നീ ഓർത്തുകൊള്ളുക. അങ്ങനെ ചിന്തിക്കുന്ന നീയും നിന്റെ പിതാക്കന്മാരും ഒക്കെ, കുടുംബത്തിലെ പിതാക്കന്മാരൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു: സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശദീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അവർ സ്വർഗമെന്ന് സമ്മതിച്ചു, അത് ഭൂമിയിലാകണമെന്ന് ആഗ്രഹിച്ചു. നിന്റെ രാജ്യം വരണമെന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ രാജ്യമുണ്ടെന്ന് പറഞ്ഞു. ഇതെല്ലാം മരണശേഷം നടക്കുന്ന കാര്യമെന്ന് അവർക്കറിയാം. നിന്റെ പിതാക്കന്മാർ അങ്ങനെയാണ് പറഞ്ഞത്. നീ എന്താ എവിടെയാണ് നിൽക്കുന്നത്? എന്തിനാണ് എന്നെ പോലെയുള്ളവർ ഇത്രയും ത്യാഗം സഹിച്ച് പറയുന്നത്? നിത്യനരകത്തിൽ നിന്ന് ഒരാൾ പോന്നാൽ അത്രയായി ഓർത്തിട്ടാ, അത്രയായെന്ന് മാത്രം വിചാരിച്ചിട്ടാ. വാക്കുകളെ നിർത്തട്ടെ, അവസാനിപ്പിക്കട്ടെ. പറഞ്ഞു വന്ന കാര്യം മനസ്സിലാക്കാൻ ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ. പുതിയ നിയമത്തിന് മധ്യസ്ഥനായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വരുമ്പോൾ ദൈവത്തിൻ്റെ നിയമത്തിന് വേണ്ടി നിയമത്തെ പിടിച്ചുകൊണ്ടാണ് യേശു വാദിക്കുന്നത്. ആ നിയമത്തെ പിടിച്ചുകൊണ്ട് നമുക്ക് വാദിക്കാൻ ഒരൊറ്റ മധ്യസ്ഥനെ ദൈവം വെച്ചിട്ടുണ്ട്. അത് യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തു എന്ന മധ്യസ്ഥനിൽ കൂടെ പിതാവാൻ ദൈവത്തിലേക്ക് കടക്കുവാൻ, തുറക്കുവാൻ, വഴിയൊരുക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.